ഹൈ മക്കൾസ്, നിഹാൽ സാറാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ നാളത്തെ ചോദ്യപേപ്പറിൽ ചോദിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്ന മൂന്നാമത്തെ നാലാമത്തെ ചാപ്റ്റർ. ബിക്കോസ് നമുക്ക് നിങ്ങൾക്ക് എക്സാമിന് 1, 2, 4 ചാപ്റ്ററാണ് എന്തായാലും 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾ പഠിച്ചു കണ്ട ആദ്യത്തെ കാര്യം, അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. എല്ലാവരും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ ഞാൻ പറയുന്ന 99.9% ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെടുന്ന നാളെ നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കും. നിഹാൽ സാറിന്റെ ഗ്യാരണ്ടിയാണ്. ഒന്നാമത്തെ പിടിച്ചോ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാം? നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ഒരു 4 സവിശേഷത നിങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരുപാട് സവിശേഷങ്ങളുണ്ട്. ഒന്നാമത് എന്താ? ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. പാർലമെന്ററി ഡെമോക്രസിയാണ്, നമുക്കുള്ള പാർലമെന്ററി ജനാധിപത്യമാണ്. അതുപോലെ എന്താണ്? റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആണ്. ഇതിൽ അഴിവുള്ളതുമാണ്, എന്നാലും ചില ദൃഢമായ ഘടനയാണ് നമുക്കുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. നിർദ്ദേശ തത്വങ്ങൾ എന്താണ്? പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ബൈ ക്യാമറൽ ലെജിസ്ലേറ്റീവ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്, എന്താണ്? ശക്തമായ കേന്ദ്ര സർക്കാരോട് കൂടിയുള്ള ഒരു ഫെഡറലിസം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന ഒരു 5 പോയിന്റ് പഠിച്ചോ, ഒരിക്കലും വേസ്റ്റ് ആവില്ല. നാളത്തെ ചോദ്യപേപ്പറിൽ ആ ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത പിടിച്ചോ. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ലിസ്റ്റ് ഔട്ട് ദി അതർ ഫീച്ചേഴ്സ് ഓഫ്, അല്ലെ? ഈ ഏകപൗരത്വം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതയാണ്. മറ്റ് സവിശേഷതകൾ പട്ടികപ്പെടുക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഫെഡറലിസത്തിന്റെ സവിശേഷത എന്ത്? ഒരു ഡയറക്റ്റ് ചോദ്യം നാളെ കാണാൻ കഴിയും. വേഗം എന്ത് ചെയ്യുക, ഇതങ്ങ് പഠിച്ചു വെക്കുക. എന്താണ്? ഒന്നാമതായത് എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്റൻസ്. ഫെഡറലിസം എന്ന് പറയുന്നത് എന്താ? ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലേക്ക് വീതം വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെ? ഏതെങ്കിലും ഒരാളെ കയ്യിൽ മാത്രം അധികാരം മുഴുവനായി കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്കും പ്രയാസത്തിലേക്കും പോകും എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അധികാരത്തെ വിഭജിച്ചു കൊടുക്കുന്നത്. ബേസിക്കലി എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്, അല്ലെ? അതുണ്ട്, രണ്ടുപേർക്കും ഒരേ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡിവിഷൻ ഓഫ് പവർ, സെൻട്രൽ സ്റ്റേറ്റിന് കൃത്യമായ അധികാരം വിഭജിച്ചു കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ സോവറിറ്റി നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ക്വാസി ഫെഡറലിസ്റ്റ് ആണ്. കാരണം ഒരു 50-50 അല്ല നമ്മൾ അധികാരം വിഭജിക്കുന്നത്. എങ്ങനെയാണ്? അർദ്ധ ഫെഡറൽ സംവിധാനമാണ്, അല്ലെ? കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ അധികാരം. അത് കഴിഞ്ഞിട്ടേ സംസ്ഥാന ഗവൺമെന്റ് അധികാരം കൊടുക്കുന്നുള്ളൂ. അതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. ഇതൊക്കെ എന്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പഠിച്ചു വെക്കുക, ചോദിക്കും. റെഡി? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ 4 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒന്ന് സോവറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെപ്പറേഷൻ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പവർ, സെമി ഫെഡറൽ സിസ്റ്റം ആണ്, ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. എന്താണ്? പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു ജുഡീഷ്യറി, കോടതി സംവിധാനവും നമുക്കുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷ ഫീച്ചറാണ്. പഠിച്ചു വെക്കുക. അടുത്ത് നോക്ക് നിങ്ങൾ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചും കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചും ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന് ചോദ്യമാണ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്, എന്താണ് കൺകറന്റ് ലിസ്റ്റും എക്സാമിന് ചോദിക്കും. എന്താ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? കൃത്യമായി നമ്മളെ അധികാരം, അല്ലെ? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റിലെ അധികാരം വിഭജിച്ചു കൊടുക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്നതാണ്. ഇതെവിടെ മെൻഷൻ ചെയ്യുന്ന 7th ഷെഡ്യൂൾ ആണ്. 7th ഷെഡ്യൂൾ, നമ്മളെ 7th ഷെഡ്യൂളാണ്, 7ാം പട്ടികയിലാണ് ഈ പറയുന്ന അധികാര വിഭജനം നമ്മുടെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് നോക്കൂ, അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവർ, അല്ലെ? ഒന്നാമത് യൂണിയൻ ലിസ്റ്റ്, അല്ലെ? യൂണിയൻ ലിസ്റ്റ് കാണാം. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്ക് എവിടെ ഉള്ളത്? ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റ്. A list that subject which all the union government has exclusive law making power when the constitution came into force. There are 97 subject, അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തേക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന് അതിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചേക്കണം. ഒന്ന് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇതൊക്കെ ആർക്കും മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പഠിച്ചു വെക്കുക. രണ്ടാമത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, സംസ്ഥാന ലിസ്റ്റ്. ഇതിൽ എന്തൊക്കെയുണ്ട്? അഗ്രികൾച്ചർ, ജയിൽ, പോലീസ്, ലോക്കൽ ഗവൺമെന്റ്, അല്ലെ? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സമവർത്തി ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഇതിലുണ്ട്. 47 സബ്ജക്ട് ഇതിലുണ്ട്. എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഫോറസ്ട്രി, ട്രേഡ് യൂണിയൻ, മാരേജ്, ബർത്ത് ആൻഡ് ഡെത്ത് എന്തിലാണ്? ഈ സമവർത്തി ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. രണ്ടുപേർക്കും, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരേപോലെ തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റ് ഉള്ളത്. പഠിച്ചു വെക്കുക. റെഡി? പിന്നെ റെസിജ്വറി പവർ, പുതുതായി ആഡ് ചെയ്യപ്പെട്ട നിയമങ്ങൾ. നമുക്കറിയാം 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, അല്ലേ? എന്നാൽ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് സംഭവിച്ച മാറ്റങ്ങളുടെ ഭാഗമായി നമ്മൾ പുതിയ നിയമങ്ങൾ, ഫോർ എക്സാമ്പിൾ നോക്കി നിങ്ങൾ, സൈബർ നിയമങ്ങൾക്ക് വളരെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത്. അപ്പോൾ സൈബർ നിയമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന റെസിജ്വറി പവറിൽ വരുന്ന ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ തീരുമാനമെടുക്കാൻ കഴിയാർക്ക് മാത്രമാണ്
കേന്ദ്ര ഗവൺമെന്റിനാണ്. ഓക്കെ, അപ്പൊ യൂണിയൻ ലിസ്റ്റും ഈ പറഞ്ഞ റെസിഡ്യൂറി പവേഴ്സും പൂർണ്ണമായും ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സംസ്ഥാന ഗവൺമെന്റിനാണ്. പിന്നെ അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന രണ്ടുപേർക്കും തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ അടക്കം പഠിച്ചു. എക്സാമിന് എന്ത് ചെയ്യും? ഈ ചോദ്യമായി ചോദിക്കും. അതിന്റെ കൂടെ തന്നെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സവിശേഷത ഒന്ന് പഠിച്ചു വെച്ചോ. നാളെ ചിലപ്പോൾ എക്സാമിന് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പത്തിൽ ലോക്സഭ എത്ര അംഗങ്ങളിലെ ഇപ്പം നമുക്കറിയാം. ലോക്സഭ, രാജ്യസഭ. ലോക്സഭയിൽ ഇലക്ഷന് മത്സരിക്കാൻ മിനിമം 25 വയസ്സാണ്. രാജ്യസഭയിലേക്കാണ് 30 വയസ്സാണ്. 5 വർഷമാണ് കാലാവധി. ഇതൊരു പെർമനന്റ് ബോഡി. 1/3 ആൾക്കാർ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. ഹെഡ് ഓഫ് ദ സ്പീക്കറാണ് ലോക്സഭ നിയന്ത്രിക്കുന്നത്. ഇവിടെ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയാണ്. ടോട്ടൽ 550 ആണ്. ഇവിടെ 250 സീറ്റാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. റെഡി? ഇനി വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്? 2 തരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ ഏതെല്ലാം നമുക്കറിയാം. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, പെർമനന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ മത്സരിച്ച് 5 വർഷത്തേക്ക് മാത്രം അധികാരം ഏൽക്കുന്ന ആളുകളെ വിളിക്കുന്നവരാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനോട് തെരഞ്ഞെടുത്ത് 5 വർഷക്കാലം മാത്രം അധികാരത്തിരിക്കുന്ന ആളുകൾ വിളിക്കുന്നവരാണ് എന്താണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, എല്ലാ ആളുകളും അല്ലെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും മന്ത്രിമാരൊക്കെ ഈ പറയുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. എന്നാൽ നേരെ മറിച്ച് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നമ്മുടെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ അല്ലേ, അതിൽ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ് ഒക്കെ എന്നാണ് അതിൽ ഉൾപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിന് എക്സാമിന് ചോദ്യം ടോപ്പിക്. ഈ ചാപ്റ്ററിന് മുഴുവനും ചോദിക്കില്ല, പകുതി മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കുക. നാളത്തെ ചോദ്യ പേപ്പർ ഇത് കാണുമ്പോൾ നിങ്ങൾ നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സോഷ്യൽ സയൻസ് എക്സാം? നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നോ ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ ഇതാക്കുക. അതുപോലെ നമ്മുടെ പുതിയ ചാനലാണ് റേസിന്റെ ചാനൽ. അപ്പോൾ നിഹാൽ സാർ എൻ്റെ ക്ലാസ് നിങ്ങൾ മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? പറയാം നിഹാൽ സാർ എവിടെയുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ പരീക്ഷ നിങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.